ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസം. കരനാവിക വ്യോമസേനകൾ പങ്കെടുക്കുന്ന 12 ദിവസത്തെ വമ്പൻ പ്രകടനം. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലാണ് തൃശൂൽ എന്ന സൈനികാഭ്യാസം നടത്തുന്നത്. ഗുജറാത്തിലെ സർ ക്രീക്ക് മുതൽ രാജസ്ഥാനിലെ ധാർ മരുഭൂമി വരെ 3 സേനകളും തങ്ങളുടെ ശക്തി തെളിയിക്കുകയാണ്. യുദ്ധവിമാനങ്ങളുമായി വ്യോമസേനയും പടക്കപ്പലുകളുമായി നാവികസേനയും പീരങ്കികളുമായി കരസേനയും തൃശൂലിന്റെ ഭാഗമാകും. വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കാൻ റഫാൽ, സുഖോയ് 30 യുദ്ധവിമാനങ്ങളുണ്ട്. നവംബർ 10 വരെയാണ് ഇന്ത്യയുടെ സൈനികാഭ്യാസം. സർക്രീക്കിൽ പാകിസ്ഥാൻ സേനാവിന്യാസം നടത്തിയതിനും അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചതിനും പിന്നാലെയാണ് ഇന്ത്യയുടെ നിർണായക നീക്കം. സേനകളുടെ സംയുക്തമായ പ്രവർത്തനശേഷി, ഏകോപനം, സ്വയം പര്യാപ്തത, നൂതന ആശയങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഇന്ത്യയുടെ സൈനികാഭ്യാസത്തെ ആശങ്കയോടെയാണ് പാകിസ്ഥാൻ നോക്കിക്കാണുന്നത്. സൈനികാഭ്യാസം നടക്കുന്ന മേഖലകളിലൂടെയുള്ള വ്യോമപാതയിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രദേശത്ത് സേനാവിന്യാസവും കൂട്ടി. ന്യൂസ് ഡെസ്ക്, അമൃത TV.